അവിടെയൊന്നും കുഴപ്പമില്ല. കരിനീലിക്കാവിലമ്മ കാത്തൂന്ന് പറഞ്ഞാ മതി. അതാ രണ്ടാളും വലിയ ആപത്തൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടത്. കരിനീലിക്കാവിലമ്മയുടെ മാനല്ലടി ഞാൻ. എനിക്കൊരാപത്ത് വരെ അമ്മ സമ്മതിക്കുമോ? അതുകൊണ്ടല്ലേ കണ്ണി കൊള്ളാനുള്ളത് പുരികത്ത് തട്ടിപ്പോയത്. എന്തായാലും ഇത് വല്ലാത്ത ധൈര്യം തന്നെ. ഏട്ടൻ ആ തീക്കകത്ത് കയറിയപ്പം ശരിക്കും നിന്നൊരുക്കിയത് ഞങ്ങൾ 4 പേരുമായിരുന്നു. നിങ്ങൾ ശരിക്കും പേടിച്ചല്ലേ? പേടിച്ചോന്നു? ഞങ്ങൾ നിലവിളിച്ച് കരയായിരുന്നു. ആ നേരത്ത് ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. എങ്ങനെയെങ്കിലും പാറുവിനെ രക്ഷിക്കണമെന്നേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അവളാ തീക്കകത്ത് പെട്ടപ്പോ എനിക്കത് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. ഏട്ടന് നീളുന്നുണ്ടോ? ഏയ് എന്ത് നീട്ടില്ല, ഒന്നുമില്ല. അത് വെറുതെ നല്ല വേദന ഉണ്ടാവും. ഏട്ടൻ പുറത്ത് കാണിക്കാത്തല്ലേ? ഞങ്ങക്ക് സങ്കടമായാലോ? അതല്ലേ സത്യം. ഓടി കുരങ്ങി അവളുടെ ഒരു കണ്ടുപിടുത്തം. കുഞ്ഞി പറഞ്ഞു തന്നെയാ വാസ്തവം. മക്കളെ, നല്ല ഒന്നാന്തരം കോഴി നെയ്യായി പുരട്ടുന്നു. പൊള്ളലും വേനയൊക്കെ ദാന്ന് പറയുമ്പോ പമ്പ അടക്കും അല്ലേ? നോക്കിയോ. ഏട്ടന് നീളുന്നുണ്ടോ? ഏയ് എന്ത് നീട്ടില്ല. ശശിയേട്ടനാ? എടുത്തോ. ഹലോ ശശിയേട്ടാ. മോളെ, ഗിരിയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഏട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലാന്ന്. ആ എന്റെ ഫോണ് ചാർജ് കയറുന്നു ഓഫായി പോയി. ഏട്ടന്റെ ഫോൺ ഓഫാ. അവനോട് സംസാരിക്കണമല്ലോ. മോളെ ഫോൺ അവനോടുത്തേ. ആ ഏട്ടനോട് സംസാരിക്കണോന്ന്. ഞാൻ സ്പീക്കർ ഇടാം. എന്താ ശശിയേട്ടാ പറഞ്ഞോ. എടാ, ഞാൻ കൊടുത്തേച്ച കോഴിനെയ്യ് നീ പുരട്ടിയോ? ഇവിടെ പിള്ളേരെല്ലാം കൂടെ എന്റെ ദേഹത്ത് ധാര പോരുന്നുണ്ട്. അത് മുടങ്ങാതെ പുരട്ടിയാ മതി. പൊള്ളലൊക്കെ പെട്ടെന്ന് മാറിക്കോളും. ഗിരി, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞ നിനക്ക് എന്നോട് അലോഹ്യൊന്നും തോന്നരുത്. ശശിയേട്ടൻ എന്നോട് എന്തും പറഞ്ഞൂടെ? കാര്യം പറ. എടാ, നിനക്ക് ബുദ്ധി വിവരമൊന്നുമില്ലേ? തീയിലേക്ക് എടുത്ത് ചാടിയ അത് അപകടമാണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം പോലും നിനക്കില്ലാതായോ? സ്വന്തം ജീവൻ പണയം വെച്ച് നീ എന്തിനാടാ ഇങ്ങനൊരു സാഹസം കാണിച്ചത്? തീയിൽപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്താകായിരുന്നു സ്ഥിതി? അത് പിന്നെ ഞാൻ പെട്ടെന്ന് എടാ, 101 വിളിച്ചിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഫയർഫോഴ്സ് വരില്ലേ? അവര് വന്ന് പാർവതി രക്ഷിക്കില്ലേ? അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്? അവര് വരുന്നവരെ കാത്തിരിക്കാൻ പറ്റുമോ ശശിയേട്ടാ? നീ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നു, വേറെ ആൾക്കാരുണ്ടായിരുന്നില്ലേ? എന്നിട്ട് അവരാരും അനങ്ങിയില്ലല്ലോ. പാർവതിയുടെ അച്ഛനുണ്ടായിരുന്നു, ഏട്ടനുണ്ടായിരുന്നു, കെട്ടാൻ പോണ ചെക്കനുണ്ടായിരുന്നു. അവരെല്ലാരും നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നില്ലേ? ശശിയേട്ടാ എന്താ സംഭവിച്ചെന്ന് വെച്ച്. എടാ, എടുത്ത് ചാടും മുമ്പ് നീ നിന്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കണമായിരുന്നു. നീയല്ലടാ ആ വീടിന്റെ നെടുന്തൂട്. നീയല്ലേ നിന്റെ അനിയത്തിമാരെ നോക്കേണ്ടത്. ഇല്ല, ഞാനിത് അനുവദിക്കില്ല. ഇത് ചതിയാണ്. ഈ ചതി നടക്കാൻ പാടില്ല. സൗഭാഗ്യ ശങ്കരേട്ടനും അറിയാതെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. നിങ്ങളുടെ മുഖം മൂടി നാട്ടുകാരുടെ മുന്നിൽ ഞാൻ പിച്ച് ചെയ്തു. അതിന് നീ ലോകം കണ്ടിട്ട് വേണ്ടേ ഗംഗേ? എന്റെ പുതുമുഖം വലിച്ചു കയറാനും എന്റെ വഴിയിൽ തടസ്സമായി നിൽക്കാനും ഞാൻ ആരെയും സമ്മതിക്കില്ല. എന്റെ മകൻ ഗിരി അനുഭവിക്കേണ്ട സ്വത്തുക്കളായതൊക്കെ, പക്ഷേ
അവൻ ഇതൊന്നും അനുഭവിക്കില്ല. ഇത്രയേറെ സ്വത്തുക്കൾ അവനുണ്ടെന്നുള്ള വിവരം ഈ ജന്മത്തിൽ അവൻ അറിയാൻ പോകുന്നില്ല. ഇതെല്ലാം ഇപ്പോ എന്റേതാ. എന്റെ കാലശേഷം എന്റെ മക്കൾ അനുഭവിക്കും. അല്ലാതെ ഇതിൽ നിന്നും ഒരു തരിമ്പ് പോലും ഗിരിക്കോ ഗിരിയുടെ പെങ്ങന്മാർക്കോ കിട്ടാൻ പോകുന്നില്ല. ഈ രഹസ്യം എന്റെ മക്കളോട് പറയാനായി നീ ഇനി ഒരിക്കലും കരുനീലിക്കാവിൽ കാല് കുത്തുകയുമില്ല. നിനക്കിനൊരു മടങ്ങി വരവില്ലടി. അതിന് വേണ്ടത് നേരാ നേരത്ത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും.